എൻ്റെ ആന്തൂറിയം ആകെ കരിഞ്ഞു പോയി തുടങ്ങിയിട്ടാ. കുറേ തൈകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതെല്ലാം ഇങ്ങനെ കണ്ടായാലൊക്കെ മഞ്ഞ കളറായി. അതുപോലെ തന്നെ അതിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആന്തൂറിയത്തിന് ഒന്നും കൂടിയൊക്കെ ഒന്ന് ലെവലാക്കണം. അപ്പോൾ തുടക്കത്തിൽ കാണുന്ന ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ടേയുള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒറിജിനലാണ്. അപ്പം നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഫുള്ളും നിങ്ങളെ AI കാണിച്ച് പറ്റിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം എൻ്റെ മുൻവശത്തെ മുറ്റത്തെ പിന്നെ ഒരു സൈഡ് വശമാണ് ഇട്ടത്, വീടിൻ്റെ ഒരു സൈഡ് വശം. അപ്പം നമുക്ക് എല്ലാ ഭാഗവും മുറ്റത്ത് ഫുള്ള് കട്ടിട്ടൊക്കെയാണ്, ആകെ ഒരു കുറച്ച് ഭാഗം മാത്രമേ കട്ടിടാത്തുള്ളൂ. അപ്പോൾ ആ ഒരു സൈഡിൽ ആന്തൂറിയം കുറച്ച് തൈകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒരു സുഖത്തിലല്ല കേട്ടോ വളരണ. അപ്പോൾ നമുക്കതിനൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് പുതിയ ചട്ടികളിലേക്ക് മാറ്റി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആന്തൂറിയം റോസും ഉണ്ട്, ചുമപ്പ് കളറുണ്ട്, 2 കളറിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കെട്ടിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലും മുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ ആന്തൂര്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഈ ചകിരി. അപ്പോൾ ചകിരി, കരിക്കട്ട അതൊക്കെ വെച്ചിട്ട് ആന്തൂര്യം, അതുപോലെ തന്നെ ഓർക്കിഡൊക്കെ നടുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഈ ചകിരി പൊതിമടലാണ് ഇട്ട് കൊടുക്കേണ്ടത്, അപ്പോൾ നന്നായിട്ട് വേര് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വളത്തിനായിട്ട് കുറച്ച് കരിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഇടണുള്ളൂ കേട്ടോ, കൂടുതൽ ഇട്ട് കൊടുത്താൽ അത് അഴുകി ചിലപ്പോൾ വേര് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് കരിയിലും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിനി മണ്ണ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ആതുര്യത്തിന് നല്ലത് ചാണകം, ഉണങ്ങിയ ചാണകം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് പിന്നെ മണലും, ഇത് മണലാണ് സാൻഡിൽ പോലത്തെ. പിന്നെ നല്ല ചുമന്ന മണ്ണ് എടുക്കുന്നുണ്ട്, അത് നമ്മുടെ നാട്ടിൽ നിന്ന് ചാക്കിൽ കൊണ്ടുവരണം കേട്ടോ. ഞാൻ നാട്ടിൽ പോകുമ്പോൾ വണ്ടിയിലല്ല തിരിച്ച് വരിക, പോകുന്നതും വണ്ടിയിൽ തന്നെ. ചിലപ്പോൾ ഞാൻ എൻ്റെ മോളും അങ്ങനെയൊക്കെ പോകണമെങ്കിൽ, 2 ആളൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ ബസ്സിന് പോകും. നല്ല ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ ഞങ്ങൾ നമ്മളെ വണ്ടിയിൽ തന്നെ പോകാറുണ്ട്. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ചാക്കുകളിൽ മണ്ണ് കൊണ്ടുവരും. അതാണ് ഈ ചുമന്ന മണ്ണ്, തൃശ്ശൂരാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ചുമന്ന മണ്ണും പിന്നെ മണലും അതുപോലെ തന്നെ ചാണകപ്പൊടി 3 സംഭവം കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഓൾറെഡി പിന്നെ നമ്മൾ ആന്തൂറിയം ചട്ടിയിൽ പിടിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഞാനതങ്ങനെ മാറ്റി വെക്കണുള്ളൂ. അതിൻ്റെ ആ മണ്ണ് ചെറിയ ചട്ടിയിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ മണ്ണ് അങ്ങനെ അധികം കളയണില്ല. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് വെക്കുകയാണ്, ചുമപ്പ് ചട്ടിയിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. വലിയ ചട്ടിയിൽ ആന്തൂര്യം വളർത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് വേരോട്ടും ഒക്കെ വന്ന് നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും, അപ്പോൾ അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് ഓടിയിട്ടൊക്കെ ഉണ്ട് ചെറിയ ചട്ടിയിലല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് മണ്ണൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഇതിനെ നട്ടു കൊടുക്കാനിട്ടാ. ഇനി ഞാൻ ഇനി കുറച്ച് ചെറിയ കുഞ്ഞു തൈ വന്നിട്ടുണ്ട്, മുള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും എങ്ങനെ നടുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഒരു 6 ചട്ടിയോളം ഇതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ, ആ ഒരു ചുമരിൻ്റെ ഭാഗത്ത് ഇതിങ്ങനെ വരിക്ക് വെക്കാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും ഇതിങ്ങനെ, ആന്തൂറിയം ഫുള്ളിങ്ങനെ നിരനിരാലിങ്ങനെ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യണത്. പിന്നെ നമ്മൾ ആ ഏരിയ ഒക്കെ വൃത്തിയാക്കി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം കണ്ട, ഇത് നമ്മുടെ പിന്നെ ഈ ഇലക്ട്രിക്കിൻ്റെ വയർ ചുറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അത് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഇതിലെന്തോ അങ്ങോട്ട് നമ്മുടെ അപ്പോക്സിയ അങ്ങനെ എന്തോ അങ്ങോട്ട് സംഭവം കലക്കി വെച്ചിട്ട് അതങ്ങനെ കട്ട പിടിച്ചിരിക്കണേ. അപ്പോൾ അതും ആ ഒരു സംഭവം നമ്മൾ കളഞ്ഞില്ല. അപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട് ഈ ചെടി ഉണ്ടല്ലോ, കൊടങ്ങൽ പോലത്തെ ചെടി, അത് നമ്മൾ അതിലിങ്ങനെ വെച്ച് കൊടുത്താൽ വാടാതിരിക്കും കേട്ടോ. ഇതിന് നല്ല വെള്ളം വേണം. അപ്പം നമ്മൾ എത്ര ചട്ടിയിൽ ഇങ്ങനെ വെച്ചാലും അതിൻ്റെ താഴെ വെള്ളം ഉണ്ടെങ്കിൽ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ഒരു ദിവസം ഫുള്ളിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഒരു ദിവസം നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ ഉറങ്ങിക്കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചത്. അപ്പോൾ ഇനി നനച്ചു കൊടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരിക്ക് ഓരോ ആന്തൂറിയ ചട്ടികളും
വെക്കട്ടെ. ഇതെല്ലാം ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടാണ് നിൽക്കേണ്ടത്. ഇനി ഇലയൊക്കെ കട്ട് ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കണം. ഇപ്പം ഞാൻ നടൽ മാത്രമാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി എല്ലാം ചെയ്യണം. പിന്നെ ഇതാ നമ്മുടെ ഒരു ആന്തൂറിയം നല്ല വലിയ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ വലിയ തൈ ഞാൻ പറിച്ചിട്ട് വേറൊരു ചട്ടിയിലേക്ക് വെച്ചു. എന്നിട്ട് അതിൻ്റെ ആ കടഭാഗത്ത് 3 തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. 2 ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ 3 സെപ്പറേറ്റ് ആക്കാൻ വെച്ചിട്ടില്ല. ഇത് ഈ 3 കൂടിയിട്ട് ആ വേരൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ വേര് കുറച്ച് മാത്രം താഴത്തേക്ക് ഇറങ്ങി നിന്നാൽ മതി. നല്ല ഫുള്ള് ഇറക്കി വെക്കരുത് കേട്ടോ. ചെടി നമ്മളെപ്പോഴും ആന്തൂറിയം ചെടി എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നടാൻ, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനതിങ്ങനെ വെച്ച് കൊടുത്തു. ഇനി അതിലുള്ള തൈകൾ 3 തൈയും വലുതായി വരുമ്പോൾ നമുക്കത് വെവ്വേറെ ചട്ടിയിലേക്ക് മാറ്റി നടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കരിഞ്ഞിലൊക്കെ ഒന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇനി ഫ്ലവർ ഓരോന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചൂട് കാരണമാണെന്ന് തോന്നുന്നത് ആ ഫ്ലവർ ഒന്നും ഇങ്ങോട്ട് ലെവലാവണില്ല. നല്ല റെഡ് കളറ് ആന്തൂറിയും പിന്നെ ഒരു ലൈറ്റ് റോസ് കളർ ആന്തൂറിയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇനിയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റിയിട്ട് എങ്ങനെയുണ്ട് ലുക്ക് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇനി ഇതിന് നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കട്ടെ. ഇനി നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കുടങ്ങിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചേക്കാൻ കേട്ടോ. നിറച്ച് വെച്ചിട്ട് ഇനി ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഈ സംഭവം ഞാൻ വേറെ നട്ടിട്ടുണ്ട്, അതും കാണിച്ചു തരാം കേട്ടോ. അത് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഈ കുടങ്ങിൽ എന്ന് പറഞ്ഞ ചെടി ഇത് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ഇത് ഭംഗിക്ക് വെക്കണതാണ്. പെന്നിവേർട്ട് എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കും ഇത് മരുന്നിന് പറ്റണ ആ ചെടിയല്ലേ എന്ന്. അപ്പോൾ അതല്ല, ഇതിങ്ങനെ വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഇത് പിന്നെ ഒരു നമ്മുടെ ആട്ടുകല്ലിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ പിന്നെ ചട്ടിയൊന്നും വെച്ചിട്ടില്ല. ആദ്യം ചട്ടിയിൽ തന്നെയാണ് പിടിപ്പിച്ചത്. പിന്നെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം പിന്നെ ആ മണ്ണ് കൊടുക്കണ ചട്ടി മാറ്റിയിട്ട് ആ മണ്ണ് കൊടുക്കണ ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാനും നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ഏരിയ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ഒരു 2 ഏരിയ ഞാൻ സെറ്റാക്കി, ഇനിയൊരു പോർഷനും കൂടി സെറ്റാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി ഇനിയൊരു അടുത്ത ആഴ്ച ഇനി എങ്ങാനും ഫ്രീ ആകുമ്പോൾ ചെയ്യാമെന്നാണ്. ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് സെറ്റാക്കി എടുക്കണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരക്കിഴങ്ങിൻ്റെ വള്ളി വേണമെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പീസൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പൊന്നാങ്കണ്ണിയും വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് മാത്രമല്ല കേട്ടോ, ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും നമ്മുടെ ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളികൾ സെറ്റ് ചെയ്യാൻ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ ചട്ടിയിൽ ചെറിയ കിഴങ്ങുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം, ഇതുപോലെ ഭംഗിയിൽ തൂക്കിയിടും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.